ഒരു സമയത്ത് എൻ്റെ ടെറസ് ഗാർഡൻ ഇങ്ങനെയായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ സ്പോട്ട് കൂടിയായിരുന്നു ഇത്. ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല ചെടികളും എല്ലാമായിട്ട് എന്ത് ഭംഗിയായിരുന്നു പറയുമ്പോൾ. നമ്മുടെ എന്താ പറയുക, എക്സസൈസിൻ്റെ സൈക്കിളൊക്കെ വെച്ചിട്ട്, എക്സസൈസിന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം കൂടെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഈവനിങ്ങിൽ ഇവിടെ വന്ന് ഇരുന്ന് ചായയൊക്കെ കുടിക്കും. പിന്നെ ഒരു മെത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്തൊരു എന്താ പറയുക, സിക്നസ് വന്നു, പിന്നെ കുറേ ഡിപ്രഷനിലായി, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് റീക്രിയേറ്റ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആകും. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുവാണ്. നമ്മുടെ ടെറസിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗ്രില്ലിട്ടിരിക്കുന്നതും ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളതും. അപ്പോൾ ഗ്രില്ലിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് മാറ്റിയിട്ട് ഗ്രില്ലൊക്കെ ഒന്ന് ചുക്കിലിയൊക്കെ തൂക്കുകയാണ്. നിറയെ ചുക്കിലിയാണ്. ഇതിനെയൊക്കെ എങ്ങനെ കളയുമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തു. ഇവിടെ ഫുള്ള് ചട്ടിയായിരുന്നു. ഇതാണ്ട് അവിടെയും കൂട്ടി വെച്ചു, അവിടെയും കൂട്ടി വെച്ചു. പുതിയ ചെടിച്ചട്ടികളൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേന്ന് കുറേ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഗ്രോ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചിട്ടാണ് നമ്മളിവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. എൻ്റെ ആർട്ടിഫിഷ്യൽ ട്രീസിൻ്റെ ഇലകളെല്ലാം മണ്ണാനും എലിയും എല്ലാം കൂട് വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിക്കുവാണ്. എന്ത് ചെടി വെച്ചിട്ടുണ്ടെങ്കിലും അവർ വന്ന് കുറേ പറിച്ചുകൊണ്ട് പോയി കൂട് വെക്കാറുണ്ട്. ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ എനിക്ക് ജലദോഷ, പക്ഷെ ഞാൻ ബീനാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ്, പൊടിയടിക്കാതെ ബീനാമിനെ സഹായിക്കുന്നുണ്ട്. ഈ കോർണറിൽ ഞാനൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ അതിലേക്ക് വിരിച്ചിട്ട് ഒരു ഗ്രീനറി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം കുറച്ച് കല്ല് പോലത്തെ സാധനം ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറേ മണ്ണ് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നനച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ടർട്ടിൽ വൈന്, ടാങ്കിൾ ഹാർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ചെടി വെച്ചിരുന്നതിനകത്തൊക്കെ ഇപ്പോൾ കൂട് വെച്ചിരിക്കുകയാണ്. കുളവി, ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കൂട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇവരുടെ ഒന്നും കൂട് ഞാൻ കളഞ്ഞില്ല. കാരണം അവർക്കൊക്കെ താമസിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും കളഞ്ഞില്ല. ഞാൻ ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇച്ചു ഈ കൈ കൊണ്ട് കാണിക്കുന്നത് ഞാൻ 5ാമത്തെ തവണയാണ് തുടയ്ക്കുന്നതെന്നാണ്. ശരിക്കും അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനും, പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിനെന്നെ അവൾ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സൈഡ് ഞാൻ തുടച്ചെടുക്കുമായിരുന്നു ചെയ്തത്. തുടയ്ക്കുന്നത് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല, കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു. ഒരുപാട് മണ്ണൊക്കെ കിടന്നതുകൊണ്ട് നല്ല പൊടിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഹോസ് ഇട്ട് വെള്ളമൊക്കെ അടിച്ചങ്ങ് കഴുകുന്നതായിരിക്കും നല്ലതെന്ന്. അതാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. ഈ ഏരിയയിലേക്ക് ഞാൻ അങ്ങനെ ചെടികളൊന്നും ഒരുപാട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇവിടെ നമ്മൾ തുണിയൊക്കെ അലക്കി ഉണങ്ങാൻ വേണ്ടി ഇടുന്നതും നമ്മളുടെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ അലമാരിയുടെ പുറകിലും അവിടെയൊക്കെ ആയിട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ആ മണ്ണൊക്കെ ഇട്ട് വെച്ചിരുന്ന സ്ഥലത്ത് കുറച്ച് ചെടികൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ടർട്ടിൽ വൈനും ടാങ്കിൾ ഹാർട്ടും ഒക്കെയാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്തിരുന്ന് 1-2 ചെടികളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അകത്തേക്ക്. അപ്പോൾ ബാക്കി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയായി കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷം. ഇനി പതിയെ ഒരു മൈൻഡ് ഓക്കെ ആക്കി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി നല്ല ഒരു ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി അപ്ഡേഷൻ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അതെനിക്കും ഒരു ഡോക്യുമെൻറ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.